കാളിദാസനും വള്ളത്തോളും വയലാറും നിരത്തി വെച്ചാൽ കാളിദാസൻ അങ്ങ് ഉത്തംഗ ശൃംഗത്തിലാണ്. അതിന് കുറെ താഴെയാണ് വള്ളത്തോൾ, അടിയിലാണ് വയലാർ, അല്ലേ? അവരുടെ പ്രതിഭയും. എന്നാ 3 പേരുടെ ഒരേ ഒരു കാര്യം, 3 പേരുടെ വരികൾ നമ്മളൊന്ന് ആസ്വദിക്കുക. കുമാരസംഭവം എന്ന കാവ്യത്തിൽ പാർവതി തപസ്സു ചെയ്യുന്നു. ആ തപസ്സു ചെയ്യുമ്പോ കാളിദാസൻ സ്ഥിതാക്ഷണം ഭഷ്മസൂതാടിതാധര എന്ന് പറഞ്ഞിട്ടൊരു മഴത്തുള്ളിയുടെ റൂട്ടിനെ വർണ്ണിക്കുകയാണ്. ആ മഴത്തുള്ളിയുടെ റൂട്ട് കേട്ടാൽ പാർവതിയുടെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവും. അത് വള്ളത്തോളിന്റെ കയ്യിൽ കിട്ടിയപ്പോ ക്ഷണമിമകളിൽ നിന്നടർന്നു തല്ലി ചുണ്ടിൽ കുളിർമുലമേലധ വീണുടൻ തകർന്നു വലികളിലിടറി നാഭിച്ചുഴിയിലിറങ്ങി നവീന വർഷബിന്ദു. എന്നാൽ അത് വയലാറിന്റെ കയ്യിൽ കിട്ടി. ദേവരാജ മാഷ് അത് നമ്മിലേക്ക് തന്നപ്പോ എന്തായി? കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല പൂമ്പുകൾ നുള്ളി മാറിൽ വീണ് തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി ബുക്കിൽ കുഴിയെ തടാകമാക്കിയ പവിഴമഴത്തുള്ളി. ഇത് 3-ലേതാ നമ്മളെ ആസ്വദിച്ചത്? നമ്മൾ ആസ്വദിച്ചത് വയലാറിന്റെ വരികളാണ്. കാരണം അതിൽ ദേവരാജ മാഷുടെ മാന്ത്രിക